പാറശാലയിൽ ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ ഗ്രീഷ്മ എന്ന ചെറുപ്പക്കാരി വിഷം കൊടുത്ത് കൊന്ന വാർത്ത, ആ സംഭവം ഒന്നും നമ്മൾ മറന്നുപോകാൻ ഇടയില്ല. കഷായത്തിൽ കളനാശിനി കലർത്തിയാണ് ഗ്രീഷ്മ തൻ്റെ കാമുകനായിരുന്ന ഷാരോണിനെ വകവരുത്തിയത്. അതിൻ്റെ പിന്നിൽ മറ്റു കുറേ കാരണങ്ങളും അന്ധവിശ്വാസവും ഒക്കെ ഗ്രീഷ്മ നിരത്തുന്നുണ്ട് എങ്കിൽ പോലും ഈ കഷായ പ്രയോഗം, കഷായത്തിനകത്ത് വിഷം കലർത്തി കൊടുത്ത, കളനാശിനി കലർത്തി കൊടുത്ത ഗ്രീഷ്മ നമ്മുടെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല. കഷായം ഗ്രീഷ്മ എന്നൊക്കെയാണ് ആ പെൺകുട്ടിയെ, ആ പ്രതിയെ ആളുകൾ വിളിക്കുന്നത്. അതിനുശേഷം ആ സംഭവത്തിൻ്റെ അലയൊലികൾ അടങ്ങും മുമ്പ് കോതമംഗലത്ത് നടത്ത വാർത്ത വരികയാണ്. അധീന എന്ന യുവതി അൻസിലിൻ എന്ന കാമുകനെ വകവരുത്തിയിരിക്കുന്നു. എങ്ങനെയാണ് അൻസിലിനെ കൊലപ്പെടുത്തിയത്? ഷാരോൺ വധക്കേസിൽ ഏകദേശം ആ ത്രെഡിൻ്റെ അതേപോലുള്ള അനുകരണമോ അല്ലെങ്കിൽ അതുമാതിരി ഇരിക്കുന്നതോ ആയ കഥ തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. ഈ പറയുന്ന അധീനയ്ക്ക് ചെറുപ്പത്തിൽ മുതൽ, അത് പഠിക്കുന്ന കാലം മുതൽ തന്നെ നിരവധി കാമുകന്മാരുമായി ബന്ധമുണ്ട്, നിരവധി ആൺ സുഹൃത്തുക്കളുണ്ട്. അതിലൊരിക്കൽ ഈ യുവതി അധീനയെ ഏതോ ഒരു കാമുകൻ ബ്ലൈഡ് വെച്ച് വരഞ്ഞു എന്ന് പറഞ്ഞ് ബന്ധുക്കളോട് പരാതി പറഞ്ഞത് ബന്ധുക്കൾ ഇന്നും ഇന്നലത്തെ പോലെ ഓർക്കുന്നുണ്ട്. ഈ അധീന ആൻസിലിനുമായി കൂടുതൽ അടുത്തു. അവർ തമ്മിൽ പ്രണയമായിരുന്നു, സാമ്പത്തിക ഇടപാടുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അധീനയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധം വന്നു. ഈ ബന്ധം വന്നപ്പോൾ അൻസിലിനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം. അൻസിലിൻ്റെ ഒരേ ഒരു ശീലം റെഡ് ബുള്ള് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുക. റെഡ് ബുൾ ഒരു എനർജി ഡ്രിങ്കാണ്, എല്ലാ മനുഷ്യന്മാർ കുടിക്കുന്നതാണ്, മറ്റു ലഹരിയൊന്നുമില്ലാത്ത ഒരു എനർജി ഡ്രിങ്കാണ്. അപ്പോൾ ഈ എനർജി ഡ്രിങ്ക് അൻസിലിൻ കുടിക്കും. അപ്പോൾ റെഡ് ബുള്ള് കുടിക്കും അൻസിലിൻ എന്ന് മനസ്സിലാക്കിയ അധീന 2 മാസമായി പ്ലാൻ ചെയ്യുകയാണ്. ഇവനെ എങ്ങനെ ഈ പാരാക്വിറ്റ് എന്ന് പറയുന്ന കളനാശിനി കുടിപ്പിക്കും. കളനാശിനി കുടിച്ചാലല്ലേ അവൻ ചത്തുപോകത്തുള്ളൂ. അങ്ങനെ പലതവണ ഫോണിൽ വിളിച്ചു, അൻസിലിൻ പ്ലീസ് കം ടു മൈ ഹോം, എൻ്റെ വീട്ടിലേക്ക് വരൂ എന്ന് പലതവണ ഈ അധീന അൻസിലിനെ വിളിച്ചു. പക്ഷേ പോയില്ല. അൻസിലിൻ ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ, അയാൾ പറഞ്ഞു ഞാൻ വരുന്നില്ല, നിൻ്റെ വീട്ടിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞ് പലപ്പോഴും ഒഴിഞ്ഞു മാറി. പക്ഷേ ഒടുവിൽ അധീന അൻസിലിൻ്റെ വേറൊരു സുഹൃത്തിനെ ചാക്കിട്ട് പിടിച്ചു. എന്നിട്ട് അൻസിലിനെ സ്വന്തം വീട്ടിലേക്ക് നിർബന്ധപൂർവ്വം വരുത്തിച്ചു. അവിടെ വെച്ച് റെഡ് ബുള്ള് കുടിക്കാൻ നൽകി. അതിനകത്ത് കളനാശിനി ഉണ്ടായിരുന്നു. റെഡ് ബുള്ള് സ്ഥിരം കുടിക്കുന്ന വ്യക്തിക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റൊക്കെ. പക്ഷേ കളനാശിനി അതിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അൻസിലിൻ കളനാശിനി കലർന്ന റെഡ് ബുള്ള് കഴിച്ച് മരിച്ചു. ഇതെങ്ങനെയാണ് പോലീസ് തെളിച്ചത്? ഇവരുടെ വീട്ടിൽ വന്നപ്പോൾ ധാരാളം റെഡ് ബുള്ളിൻ്റെ ഒഴിഞ്ഞ ക്യാനുകൾ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് കളനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തി. പിന്നെ CCTV ദൃശ്യങ്ങളുണ്ട്. അതെല്ലാം വെച്ചിട്ടാണ് അധീന ഇങ്ങനെയാണ് ഈ അൻസിലിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസ് മനസ്സിലാക്കിയത്. ഈ അധീനയെ കോടതിയിൽ ഹാജരാക്കും. വീണ്ടും ആവശ്യമെങ്കിൽ തെളിവെടുപ്പൊക്കെ പൂർത്തിയായി. വീണ്ടും ആവശ്യമെങ്കിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു കാമുകനെ ഇല്ലായ്മ ചെയ്യാൻ അവർ ആസൂത്രണം ചെയ്തത്, ഒരു യുവതി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ക്രൂരമായ ഒരു കൊലപാതകത്തിൻ്റെ കഥയാണ്, അല്ലെങ്കിൽ കൊലപാതകമാണ് കോതമംഗലത്ത് അരങ്ങേറിയിരിക്കുന്നത്. അയാൾ സ്ഥിരം കഴിക്കുന്ന പാനീയത്തിൽ, അല്ലെങ്കിൽ സ്ഥിരം അയാളുടെ ശീലത്തിൻ്റെ ഭാഗമായ റെഡ് ബുള്ള് കുടിക്കുക എന്ന ശീലത്തിൻ്റെ ഭാഗം എന്ന് മനസ്സിലാക്കിയ യുവതി അയാളുടെ ആ ശീലത്തോടൊപ്പം തന്നെ വിഷവും അയാളുടെ ഉള്ളിലേക്ക് കടത്തിവിട്ട് കൊലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതൊരു ക്രൂരമായ സംഭവമാണ്. അത് വളരെ ചിരിച്ചുകൊണ്ട് വിഷം കൊടുക്കുക, ഭക്ഷണ സാധനത്തിൽ പാനീയത്തിലൊക്കെ വിഷം കൊടുക്കുക എന്ന് പറയുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊലച്ചതി ചെയ്യുന്ന ഒരു യുവതിയാണ് അധീന എന്ന് തെളിഞ്ഞിരിക്കുന്നു. അധീന അൻസിലിനെ കൊന്ന സംഭവം ഗ്രീഷ്മ ഷാരോണിനെ കൊന്ന സംഭവവുമായി ചേർത്ത് വായിക്കുമ്പോൾ 2 കേസുകൾക്കും സമാനതകൾ ധാരാളമുണ്ട് താനും.